ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തേത് നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതവുമായി റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. ഓക്കെ. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതില്ലാത്തതാണെങ്കിൽ അതിനെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഓക്കെ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ക്ലെയിം ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ. അപ്പം നമുക്ക് ആദ്യം ഓറക്കിൾ കാർഡ് എടുക്കാം. ഓറക്കിൾ കാർഡിൽ ആദ്യം വന്നിരിക്കുന്നത് സൺഗ്ലാസ് എന്ന് വെച്ചാൽ നിങ്ങളെ ആരോ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളറിയാതെ. സ്റ്റോക്കിംഗ് എന്ന് പറയും. ഓക്കെ. രണ്ടാമത്തത് അബണ്ടൻസ് ആണ്. നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് എപ്പോഴും വയ്ക്കാനാണ് പറയുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ മാനിഫെസ്റ്റേഷൻ ചെയ്യാം. അതിന് പറ്റിയൊരു സമയമാണിത്. മാനിഫെസ്റ്റ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ കറക്റ്റായിട്ട് വേണ്ടത് അതിനെ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. നോട്ട് ടുഡേ എന്ന് പറഞ്ഞിട്ടൊരു മൂന്നാമതൊരു കാർഡ് വന്നിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ആരോടെങ്കിലും ഇന്നിങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ കോൾ ചെയ്യണം, ബൈ പേഴ്സണായിട്ടോ മെസ്സേജ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വേണ്ട എന്നാണ് പറയുന്നത്. കാരണം അവർ ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റിൽ ആംഗ്രി എന്നാണ് എനിക്ക് ഓറക്കിൾ കാർഡ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഓറക്കിൾ റീഡിംഗ്. ഇനി നമുക്ക് ടാരോട്ട് നോക്കാം. ഇവിടെ ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് 8 ഓഫ് സോർഡ്സിൻ്റെ കാർഡാണ്. 8 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര ഡൗൺ ആണ്. നെഗറ്റീവ് തോട്ട്സാണ് ഫുള്ളായിട്ടും. നിങ്ങളുടെ എനർജിയാണത്. ഭയങ്കരമായിട്ട് നെഗറ്റീവ് തോട്ട്സാണ്. ഞാൻ ട്രാപ്പിലായിപ്പോയി എന്നുള്ളൊരു ഫീലിംഗ്. സിറ്റുവേഷൻ നിങ്ങളുടെ കേസിൽ നെഗറ്റീവാണ്. കാരണം 9 ഓഫ് സോർഡ്സും വന്നിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഡൗണായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്, ആരായിരുന്നാലും. ഓക്കെ. ഫിയറുണ്ട്, ആൻസൈറ്റി ലെവലൊക്കെ ഹൈ ആണ്. രാത്രി ഉറക്കം പോലും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ. 8 ഓഫ് സോർഡ്സിൻ്റെ എനർജി ഉണ്ട്, 9 ഓഫ് സോർഡ്സിൻ്റെ എനർജി ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ചില ഇല്യൂഷൻസൊക്കെ ഉണ്ട് നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നേ. ചില അൺറിയലിസ്റ്റിക് എന്ന് വെച്ചാൽ യാഥാർത്ഥ്യമല്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. കുറേ ഓപ്പർച്യൂണിറ്റീസ്, അതായത് ചില അവസരങ്ങൾ, ചില പ്രോമിസസ് ഒക്കെ ഉണ്ട്. അതായത് കൂടുതൽ ഫെയിം തരാം, പൈസ തരാം, പവർ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിലുണ്ടെന്നാണ് പറയുന്നത്. അതെല്ലാം നെഗറ്റീവാണ്. അതൊന്നും നിങ്ങളുടെ ഓപ്ഷനായിട്ട് എടുക്കരുത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ട്, ചോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിലുള്ളത്. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. പക്ഷെ അതെല്ലാം ഇല്യൂഷനാണെന്നാണ് ടാരോട്ട് പറയുന്നത്. നിങ്ങളിവിടെ നല്ല രീതിക്ക് ഡൗൺ ആണ്. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില പുതിയ തുടക്കങ്ങൾ, അതായത് ഓപ്പർച്യൂണിറ്റീസ്, ന്യൂ പ്രോജക്ട്സ്, ന്യൂ ബിഗിനിങ്സ് എല്ലാം യൂണിവേഴ്സ് അയക്കുന്നുണ്ട്. നിങ്ങളതൊന്നും ശ്രദ്ധിക്കാതെ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾക്കായിട്ട് കുറേ കാര്യങ്ങൾ, കുറേ അനുഗ്രഹങ്ങൾ, കുറേ ന്യൂ എനർജീസ് ഒക്കെ ഡിവൈൻ സെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗോൾസ് അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ അത് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ. ന്യൂ ബിഗിനിങ്സ്, ന്യൂ പ്രോജക്ട്സ്, ചില ബ്രേക്ക് ത്രൂസ്, മെൻ്റൽ എബിലിറ്റിയും ഇൻ്റലക്ച്വൽ എബിലിറ്റിയും എല്ലാം ഉപയോഗിച്ച് നല്ല ക്ലാരിഫിക്കേഷനോട് കൂടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ കോൺസെൻട്രേഷൻ ചെയ്യൂ എന്നാണ് ടാരോട്ട് കാർഡ് പറയുന്നത്. ഓക്കെ. അതാണ് നിങ്ങളുടെ എനർജി. ഇനി നിങ്ങൾ തമ്മിലുള്ള എനർജി ചെക്ക് ചെയ്താൽ ആദ്യം വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ അവരുടെ ഒരു വിഷ് കാർഡെന്നാണ് പറയുന്നത്. അവരുടെ ഒരു ആഗ്രഹമായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. മനസ്സിലായോ? ആഗ്രഹം എന്ന് വെച്ചാൽ നിങ്ങളും അവരും തമ്മിൽ അത്രത്തോളം അടുത്ത്
അടുത്ത് സ്നേഹമുണ്ടായിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരാൾ മറ്റൊരാളിൻ്റെ ആഗ്രഹമായിട്ട് മാറുക എന്നൊക്കെ പറയുമ്പം അത്രയ്ക്കും അടുത്ത ഒരു ബന്ധമുണ്ട്. അതാണ് ആദ്യത്തെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്. രണ്ടാമത് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്. ക്വീൻ ഓഫ് വാൻഡ്സ് എന്ന് വെച്ചാൽ ഇതിൽ കറേജിയസ്, അതായത് ധൈര്യത്തോടു കൂടി എടുത്ത ഒരു റിലേഷൻഷിപ്പായിരുന്നു. അതായത് വളരെ ധൈര്യത്തോടു കൂടി നമ്മളിങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പായിരുന്നു ഇത്. ഓക്കെ, ഒരു വിഷനോടുകൂടി ഒരു പർപ്പസോടു കൂടിയെല്ലാം ചാലഞ്ചിങ് ആയിട്ട് എടുത്ത ഒരു റിലേഷൻഷിപ്പായിരുന്നു ഇത്. ഓക്കെ, ഭയങ്കര കോൺഫിഡൻസോടു കൂടി വളരെ സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി എടുത്തൊരു റിലേഷൻഷിപ്പായിരുന്നു എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാകുന്നത്. പൈസിസും ഏരിയസും ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. അതുപോലെ പക്ഷേ ഇതിനിടയ്ക്ക് നിങ്ങൾക്കൊരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് റിലേഷൻഷിപ്പിൽ ഒരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടാണോ അവിടെ നിന്ന് ഇങ്ങോട്ടാണോ എന്നറിയില്ല, ഒരു ചീറ്റിംഗ് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതിനെ പ്രതി ഒരുപാട് ക്ലാഷസ് ഉണ്ടായിട്ടുണ്ട്. ഇറിറ്റേഷൻ, അഗ്രഷൻ, ഫ്രസ്ട്രേഷൻസ്, ദേഷ്യം ഒക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല്, ക്യാവോസ്, ഒരുപാട് പ്രശ്നങ്ങൾ അതിനെ പ്രതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ക്വീൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും കാണുന്നുണ്ട്. വേറൊരു ലേഡി, മൂന്നാമതൊരു ലേഡി അവർ ഈ ഒരു കപ്പിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇമോഷണലി സ്റ്റേബിളായിട്ടുള്ള ഒരു ലേഡി, അവർ ഒരു കപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ജെമിനി, ക്യാൻസർ, അക്വേറിയസ്, ലിയോ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു എനർജി, ഒരു ലേഡിയുടെ എനർജി ഈ ഒരു ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, ചീറ്റിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലിപ്പം ചിലപ്പോൾ ഒരു ലേഡി ആയിരിക്കും നിങ്ങളെ ചീറ്റ് ചെയ്തത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ലേഡി ഇടപെട്ടിട്ട് അതൊരു ചീറ്റിംഗ് ആയിട്ട് മാറിയതായിരിക്കും. അവർ നിങ്ങളെ രണ്ടുപേരെന്നെ അവർ ചീറ്റ് ചെയ്തതായിരിക്കും. അല്ലെങ്കിൽ എന്തോ ഒരു ലേഡിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചീറ്റിംഗ് ആണ് ഇതിനകത്ത് എനിക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടേതിനകത്ത് നേരത്തെ പറഞ്ഞതിനകത്ത് ഇല്യൂഷൻസ്, അതായത് കുറേ അൺറിയലിസ്റ്റിക്കും ഇല്യൂഷൻസുമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഈ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കുറേ ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് രണ്ടും കൺഫ്യൂഷൻ ആക്കണ്ട. ഇല്യൂഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം അവർ പറയുകയാണ് നിങ്ങൾക്കിപ്പോൾ ഒരു 50,000 രൂപയുടെ, എനിക്കറിയാം ഇപ്പം എനിക്ക് 50,000 രൂപ കിട്ടാനുള്ള ഒരു കാര്യമാണ്. പക്ഷെ അവർ പറയണം നിനക്ക് 50,000 രൂപയല്ല, ഞാൻ അതിന് 1,00,000 രൂപ തരാമെന്ന് പറയുന്നു. അത് ഇല്യൂഷൻ. നമുക്ക് അവകാശപ്പെട്ടത് നമുക്കറിയാം, അതിൽ കൂടുതലൊരു ഓഫർ വരികയാണെങ്കിൽ അതൊരു ഇല്യൂഷൻ. അങ്ങനെ മനസ്സിലാക്കണം. അതുപോലെ യൂണിവേഴ്സ് തരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഒരു ഹാർഡ് വർക്കും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട്, ഓക്കെ, നമ്മുടെ ബൗദ്ധികപരമായിട്ടും ഹാർഡ് വർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു കാര്യം നമ്മൾ ചെയ്തെടുത്ത് അതിൻ്റെ ലാഭം അല്ലെങ്കിൽ അതിലൊരു സക്സസ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ അത് ഇല്യൂഷനല്ല. വെറുതെ നമുക്ക് കിട്ടും. വെറുതെ നിനക്ക് ഞാൻ ഫെയിം തരാം, നിനക്ക് ഒരുപാട് കാശ് ഞാൻ തരാം, നിനക്ക് അങ്ങനത്തെ ജോലി തരാം, അവിടെ ജോലി തരാം എന്നൊക്കെ അത് പറയുന്നില്ല. അതാണ് ഇല്യൂഷൻ. അല്ലാതെ യൂണിവേഴ്സ് തരുന്നതെന്ന് വെച്ചാൽ നമ്മളും കൂടെ ഇൻവോൾവ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്ന ഒരു ഓപ്ഷൻസൊക്കെ ആയിരിക്കും യൂണിവേഴ്സ് തരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ഈ രണ്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എടുത്തപ്പോൾ അതിനകത്തൊരു ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. അതിലൊരു ലേഡി ഇൻവോൾവ് ആണ്. ഇമോഷൻ ബേസ്ഡ് ആണ് വാട്ടർ സൈനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇമോഷൻ ബേസ് എന്ന് പറയുമ്പോൾ സ്നേഹം, പ്രണയം, ദേഷ്യം ഇതെല്ലാം വരും. പക്ഷേ ഇവിടെ ഒരു സ്നേഹത്തോടു കൂടി ഒരു ലേഡി ഒരു കപ്പിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അവരുടെ എനർജി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നൈറ്റ് ഓഫ് സോർട്സ്, അവർക്ക് കുറേ ബിഗ് ചേഞ്ചസ് എല്ലാം വരുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റങ്ങൾ ചിലപ്പോൾ അവർ കുറേ മാസങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന മാറ്റങ്ങളായിരിക്കും. അപ്പം ആ മാറ്റങ്ങൾ ഇപ്പോഴാണ് വരുന്നത്. ആ മാറ്റം ആ സമയത്ത്
അവർ ചാടി പിടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് നല്ലതായിരിക്കും. ഈ ഒരു സമയത്ത് ആണ് അവർക്ക് ആ മാറ്റം വരുന്നത്. ബിഗ് ചേഞ്ച് വളരെ പെട്ടെന്ന് വരുന്നുണ്ട്. എയർ സൈനാണ്. ടോറസ് ആൻഡ് ജെമിനിയാണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. അതുപോലെ അവർക്കൊരു ചീറ്റിംഗ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ കൊടുത്തതാണോ അത് വേറെ എവിടെന്നെങ്കിലും കിട്ടിയതാണോ അതോ അവരായിട്ട് പോയിട്ട് എവിടെന്നെങ്കിലും വാങ്ങിച്ചതാണോ എന്നറിയില്ല. ഇവിടെ അവർക്കൊരു ചീറ്റിംഗ് വന്നിട്ടുണ്ട്, ഇമോഷണൽ ചീറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ കൊടുത്തതാവാൻ ഇവിടെ ചാൻസ് കാണുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളും ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അവർക്കും ഒരു ചീറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവരെ വേറെ ഏതോ ഒരു ലേഡി ചീറ്റ് ചെയ്തതുപോലെയാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, നിങ്ങളുടെ ഇടയ്ക്ക്, അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് ഒരു ലേഡി വന്നിട്ടുണ്ട്. അവിടെ ഒരു ചീറ്റിംഗ് നേരത്തെ കണ്ടു. 7 ഓഫ് സോഡ്സും ക്യൂൻ ഓഫ് കപ്സും അടുത്തടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ആളിൻ്റെ എനർജി നോക്കിയപ്പം അവിടെ ഒരു ഇമോഷണൽ ചീറ്റിംഗ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ വേറൊരു ലേഡി അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. അവർ ഭയങ്കരമായിട്ട് പെയിനിലാണിപ്പോൾ. 3 ഓഫ് സോഡ്സ്, ഹാർട്ട് ബ്രേക്കിംഗ് ആണ് അവരുടെ ഒരു എനർജി. ഇമോഷണൽ പെയിൻ അനുഭവിക്കുന്നുണ്ട്, ഭയങ്കര സങ്കടത്തിലാണ്, നല്ല രീതിയിലേക്ക് ഹേർട്ടായിട്ടുണ്ട്. ഓക്കെ, അതിന് തൊട്ടിപ്പുറത്ത് വന്നതെന്ന് വെച്ചാൽ ഈ ഒരു കണക്ഷൻ അവർക്ക് ഒരു പാസ്റ്റിൽ നിന്ന് വന്നൊരു കണക്ഷനായിട്ടാണ് മനസ്സിലായത്. അതായത് ഇവർ പാസ്റ്റുമായിട്ട് റീകണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടിയൊരു ബന്ധമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം അതിലവർ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഇവർക്കൊരു ചീറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വാട്ടർ സൈനാണ്, അപ്പോൾ ഇമോഷണൽ ചീറ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് വന്നതെന്ന് വെച്ചാൽ ഒരു നിങ്ങളുടെ കാര്യത്തിലായിരുന്നാലും അവരുടെ കാര്യത്തിലായിരുന്നാലും ഓക്കെ, അവർക്കൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ ചീറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് അവരുടെ കേസിൽ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ജഡ്ജ്മെൻ്റ് എന്ന് വെച്ചാൽ അവർ ചെയ്ത കാര്യങ്ങളും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത കാര്യങ്ങൾ വെച്ചെല്ലാം ഒരു ക്ലാരിറ്റി അവരുടെ ജീവിതത്തിൽ വേണം. അപ്പോൾ ലെവൽ ഓഫ് ക്ലാരിറ്റി കിട്ടും. അതുപോലെ അവർ ഇവാലുവേഷൻ ചെയ്യേണ്ട ഒരു സമയമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അവർ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ ഇവാലുവേഷൻ ചെയ്യണം. ഇവാലുവേഷൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരുടെ കാര്യത്തിലൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് അവരുടെ കേസിൽ വന്നിരിക്കുന്നത് അവർക്ക് ഒരു ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ചില ന്യൂ ബിഗിനിങ്സ് ഇൻ ലവ് റിലേഷൻഷിപ്പ്. ഓക്കെ, ചില ചെറിയ സ്നേഹത്തിൻ്റെ തുടക്കം. ഓക്കെ, ഇമോഷൻസ് എവിടെ നിന്നോ അവർക്ക് ചെറിയൊരു റിലേഷൻഷിപ്പ് ഓഫറൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അവരതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നൊരവസ്ഥയാണ്. അതായത് ഒരു ഹാർട്ട് ബ്രേക്കും ഉണ്ട്, പുതിയതായിട്ടൊരു റിലേഷൻഷിപ്പ് എവിടെ നിന്നോ ഒരു ചെറിയൊരു ഓഫറും കിട്ടിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിരിക്കുന്നത് ഹെറോഫൻ്റാണ്. ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് അവരാരോടൊക്കെയോ അഡ്വൈസ് ചോദിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, മൊത്തത്തിൽ ഒരു അവിയൽ പരുവായിട്ട് കിടക്കുകയാണ്. എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ പുള്ളിക്ക് വരുന്നുണ്ട്, പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തിക്ക് വരുന്നുണ്ട്. ഒരു ഇമോഷണലി ചീറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം കാണുന്നുണ്ട്. പാസ്റ്റിൽ നിന്നുള്ളൊരു ചീറ്റിംഗ് ആണ് ആൾക്കുള്ളത്. അവരുടെ കാര്യത്തിലൊരു വിധിന്യായം കാണുന്നുണ്ട്. ഇതൊന്നും അല്ലാതെ പുതിയ ചില റിലേഷൻഷിപ്പ്, പുതിയ ചില ഓഫേഴ്സ്, ചെറുതായിട്ട്, വലുതായിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ ഓഫേഴ്സൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. ഇതിനെക്കുറിച്ച്, ഈ കാര്യങ്ങളെക്കുറിച്ച് അവരാരോടൊക്കെയോ അഡ്വൈസും ചോദിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ചാടിക്കയറി ഒന്നിനും പോകണ്ട. അവർ എന്തൊക്കെയോ കാര്യത്തിൽ പെട്ടിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ വിഷമിച്ചിരുന്നിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് പുതിയ പുതിയ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പം ആ ഓപ്പർച്യൂണിറ്റീസ് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം കോണ്ടാക്റ്റ് ഒന്നും വേണ്ടെന്നാണ് പറയുന്നത്. നോട്ട് ടുഡേ എന്ന് ഓറക്കിൾ കാർഡിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കാരണം അവർ മൊത്തത്തിൽ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് ഇരിക്കുന്നത്. ഓക്കെ, എനിക്കതാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലായത് ഇന്നത്തെ റീഡിങ്ങിൽ നിന്ന്.
പക്ഷെ നിങ്ങൾ അവരുടെ ഒരു വിഷ് കാർഡാണ്, നിങ്ങളെ അവർക്ക് ഇഷ്ടമാണ്, വിഷ് കാർഡാണ്. പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഒരു ലേഡി ഇൻവോൾവ് ആയിട്ട് അതിലൊരു ചീറ്റിംഗ് വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്ന ഒരു പാസ്റ്റിൽ നിന്നുള്ളൊരു ലേഡിയാണ്. ഓക്കെ, അവരതിൽ ഭയങ്കരമായിട്ട് ഇമോഷണലി ചീറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ലേഡി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ തിരിച്ചെടുക്കണം കേട്ടോ. ആണുങ്ങളാണെങ്കിൽ എടുക്കേണ്ടതെന്ന് വെച്ചാൽ പാസ്റ്റിൽ നിന്ന് വന്ന ഒരു ആൾ അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ഫെമിനൈൻ പോലത്തെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം കുറച്ച് കെയറിങ് ആയിട്ടുള്ള, കമ്പാഷനേറ്റ് ആയിട്ടുള്ള, സിമ്പതിയോട് കൂടിയ ഒരാളെന്ന് പറഞ്ഞിട്ടെടുത്താൽ മതി. നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് സ്ത്രീകളാണെങ്കിൽ അവരുടെ അടുത്തോട്ട് വന്നത്, അവർക്കൊരു ചീറ്റിംഗ് കിട്ടിയത് ഒരാളിൻ്റെ നിന്നാണ്. അങ്ങനെ എടുത്താലും മതി, എടുത്താലും മതി എന്നല്ല, അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, കുറച്ച് കെയറിങ് എന്ന് പറയുന്നത് ഒരു ഫെമിനൈൻ എനർജിയാണ്. ഇമോഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഫെമിനൈൻ എനർജി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരാളിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ട് അവർക്കൊരു ചീറ്റിംഗ് കിട്ടിയതുപോലെയാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലായത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. പുതിയൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.